ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ പഴം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നല്ല പഞ്ഞി പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പി കേട്ടോ. അപ്പോൾ വലിയ പാടൊന്നുമില്ല നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുഞ്ഞു ചേരുവകൾ മാത്രം മതിയാവും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ നല്ലതാണ്, ഇതേപോലെ വായിലിട്ടങ്ങ് അലിഞ്ഞിറങ്ങുന്ന അത്രയും നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പിയൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഒട്ടും നിന്ന സമയങ്ങളേത് പഴം കൊണ്ട് നമ്മുടെ അടിപൊളി റെസിപ്പി എങ്ങനെ ചെയ്യുന്നു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് പഴം തന്നെയാണ് വേണ്ടത്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഏത്തപ്പഴം ഒരെണ്ണായിട്ടും എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഒരു പഴം കൂടിയാണ്. അപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപഴം എടുക്കാം, പക്ഷേ ഏത്തപ്പഴം എടുക്കുകയായിരിക്കും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കലാണ്. ഇപ്പോൾ പഴം സാധാരണ വേവിക്കുന്ന പോലെ ഒന്ന് വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിക്സർ ജാറിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ മിക്സർ ജാർ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജാറ് തന്നെ വേണം എടുക്കാനായിട്ട്. ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന പഴം മിക്സർ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയായിട്ട് എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 1/4 കപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിരിക്കും, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് തണുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ച മുട്ട കേട്ടോ, അത് ഒരെണ്ണമുണ്ട്. അപ്പോൾ അതും കൂടി നമ്മുടെ ഈ മിക്സിയുടെ കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ പഴവും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം വേവിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും. അതേപോലെ തന്നെ മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചേരുവകൾ കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ എടുക്കേണ്ടത് ഒരു 1/2 കപ്പ് കോൺഫ്ലവറാണ്. അപ്പോൾ നമ്മളിങ്ങനെ കോൺഫ്ലവർ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ലൂസായി പോവും. അപ്പോൾ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേണ്ടത് ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ എടുത്തേക്ക് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി 2 ഏലക്കയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ചേർത്തിരിക്കുന്ന മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നന്നായിട്ട് നരഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർക്കുന്നത് നമ്മുടെ പശുവും പാലല്ല, മറിച്ച് തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഇത്രയും അളവിന് ഒരു 2.25 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 250 ml കപ്പിന് ഒരു 2.25 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജാർ എടുത്തത്. നമ്മുടെ ആ പഴത്തിൻ്റെ മിക്സുമായിട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാലും അതേപോലെ തന്നെ കോൺഫ്ലവറും പതുക്കെ ഒന്ന് ഇതേപോലെ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലും അതേപോലെ തന്നെ പഴത്തിൻ്റെ മിക്സും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഏലക്കയും ജീരകവും ഒക്കെയും കൂടി ഒന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാനിൽ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുകയും വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയിലൂടെ വേണം ഒന്ന് അരിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഏലക്കയും ചെറിയ ജീരകവും എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ചെല്ലുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഒന്ന് അരിച്ച് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയായിരിക്കും. ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ കുറച്ച് നേരത്തെ എടുത്ത് വെച്ച നെയ്യാട്ടോ, അതുകൊണ്ട് പതുക്കെ ഒന്ന് ചെറുതായിട്ട് നലന്ന് വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ ഇതിനകത്തേക്ക് വേറെ ഒരു ചേരുവകളും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് നേരെ അങ്ങ് അടുപ്പത്തേക്ക് വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമ്മളിപ്പോൾ സാധാരണ ഹൽവയ്ക്കൊക്കെ റെഡിയാക്കില്ലേ, അതേപോലെ തന്നെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കൈ എടുക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ശരിക്കും ചൂടായി വരുന്നവരെ ഒരു ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയത്തിലും ലോ ഫ്ലെയിമിലേക്കും ആക്കി വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളോ ഒന്നുമില്ലാതെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി കട്ടകൾ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ഇതേപോലെ മിക്സാക്കി കൊടുത്താലും മതിയാവും. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒരുപാട് സ്റ്റീലിൻ്റെ ഉപയോഗിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരുപാട് ഉപയോഗിക്കാത്തത്. അപ്പോൾ കഴിയുന്നതും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ അതവിടെ നിന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്കിത് ഒഴിച്ച് വെക്കാനായിട്ട് ഒരു ചെറിയൊരു പാത്രം ഒന്ന് റെഡിയാക്കണം.
ഒന്നെങ്കിൽ ഇതേപോലെ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളോ ട്രേയോ എന്താണെങ്കിലും നമുക്ക് എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ നെയ്യാണ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ പാത്രമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മിക്സും അത്യാവശ്യം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അവിടെ നന്നായിട്ട് തിളച്ച് അതേപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും ശരിക്കും ഇങ്ങ് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങ് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഒന്ന് കുറുകി വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പ്ലേറ്റിലേക്ക് നമ്മളങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ പ്ലേറ്റൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ പതുക്കെ ആ മേൽഭാഗം ആണെങ്കിലും ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിരുന്ന് നല്ല പോലെ തന്നെ ഒന്ന് തണുത്ത് വരണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ശരിക്കും അവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ തന്നെ തണുത്ത് അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ശരിക്കും കിണ്ണത്തപ്പൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ ഏകദേശം ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഴം വെച്ചുണ്ടാക്കിയതുകൊണ്ട് ഒരു പഴത്തിൻ്റെ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പഴവും അതേപോലെ തന്നെ പഞ്ചസാര, ഏലക്കയും ആ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റും കൂടി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പഴം ഒന്ന് വേവിച്ച് ജസ്റ്റ് എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി ഒരു 10 മിനിറ്റുള്ള ഒന്ന് കുറുക്കി എടുത്താൽ മാത്രം മതിയോ. അതിനുശേഷം നന്നായിട്ട് സെറ്റായി കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും ആ കത്തിയോട് വെച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടോ നമ്മുടെ റെസിപ്പി ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒട്ടും നനക്കാനോ അങ്ങനെയൊന്നുമില്ലാതെ നല്ല പോലെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മുറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. നമ്മുടെ വായിലങ്ങിട്ട് അലിഞ്ഞിറങ്ങുന്ന അത്രയും നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കണ്ടോ. ഇതേപോലെ ഇങ്ങനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരില്ലെങ്കിൽ ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ റെസിപ്പീസും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.